മലൈക്കോട്ടയിലെ മഹാരാജാവ് അത് മറ്റാരുമല്ല, തിരുച്ചിറപ്പള്ളി മലയുടെ അധിപനായ മഹാഗണപതി സ്വാമിയായ ഉച്ചിപ്പിള്ളയാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന ഖ്യാതിയുള്ള തിരുച്ചിറപ്പള്ളി ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രത്തിനും പഞ്ചഭൂത സങ്കല്പത്തിൽ ജലലിംഗം കൂടിയിരിക്കുന്ന ജംബുകേശ്വരം എന്നീ മഹാക്ഷേത്രങ്ങൾക്കും അടുത്താണ് മലൈക്കോട്ടൈ ഉച്ചിപ്പിള്ളയാർ എന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് മലൈക്കോട്ടയിലെ മഹാഗണപതിയുടെ ചരിത്രവും വിശേഷങ്ങളും കഥകളും അറിയാം. തൃച്ചി നഗരത്തിൽ 270 അടി ഉയരത്തിൽ 417 പടികൾ കയറി വേണം ഉച്ചിപ്പിള്ളയാറിൻ്റെ അനുഗ്രഹം നേടാൻ. ഈ ക്ഷേത്രമുണ്ടായതിന് പിന്നിലുള്ള ഐതിഹ്യം പറയും മുമ്പ് ഈ മല ഇവിടെ എങ്ങനെയുണ്ടായി എന്നറിയണം. തമ്മിൽ ആർക്കാണ് ബലമെന്ന തർക്കം ആദിശേഷനും വായുഭഗവാനും തമ്മിലുണ്ടായപ്പോൾ തർക്കത്തിൻ്റെ ഭാഗമായി ആദിശേഷൻ കൈലാസപർവ്വതത്തെ തൻ്റെ ശരീരം കൊണ്ട് ചുറ്റുകയും ബലമുണ്ടെങ്കിൽ വായുഭഗവാൻ ആ ചുറ്റ് ശക്തി കൊണ്ട് വിടുവിക്കണം എന്നായിരുന്നു മത്സരം. അങ്ങനെയുള്ള ശ്രമത്തിനിടയിൽ കൈലാസത്തിൽ നിന്ന് 8 വലിയ മലകൾ ചിന്നിച്ചിതറി ലോകത്തിൻ്റെ പല ഭാഗത്തും വീണതായി പറയപ്പെടുന്നു. അങ്ങനെ വീണതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് മലൈക്കോട്ട എന്ന ഈ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം. അതായത് പുരാണകാലം മുതലേ ഈ മല ഉള്ളതായി പറയപ്പെടുന്നു. കൈലാസത്തിൻ്റെ ഭാഗമായി കരുതുന്ന ഈ മലയിലും തിരുവണ്ണാമല പോലെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും പൗർണമി നാളിലും ഗിരിവലം ഭക്തർ വഴിപാടായി ചെയ്യാറുണ്ട്. ഇക്കഴിഞ്ഞ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചാണ് പിള്ളയാറിനെ കാണാൻ ഭാഗ്യം ലഭിച്ചത്. ഉച്ചിപ്പിള്ളയാറെ തൊഴുത് പ്രാർത്ഥിക്കും മുമ്പ് താഴെയുള്ള പിള്ളയാറെ തൊഴുത് പ്രാർത്ഥിക്കണം എന്നാണ് പ്രമാണം. വിശേഷ സമയങ്ങളിൽ 2 പ്രതിഷ്ഠകളും പരസ്പരം കാണുന്നതായി സങ്കല്പമുണ്ട്. വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഉത്സവ സമയത്ത് കോവിലിന് വലം വയ്ക്കാനിറങ്ങിയ ഈ പ്രതിരൂപം കീഴപ്പിള്ളയാർ നടയടയ്ക്കും മുമ്പ് ഉച്ചിപ്പിള്ളയാരോട് സംവദിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിൽ മഹേന്ദ്ര പല്ലവർ നിർമ്മാണം തുടങ്ങിയ ഈ മഹാക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാരാണ് പൂർത്തിയാക്കിയത് എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രം ഉണ്ടായതിന് പിന്നിലുള്ള കഥ ശ്രീരംഗം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീരാമ പട്ടാഭിഷേകത്തിന് അയോധ്യയിലെത്തിയപ്പോൾ വിഭീഷണന് ഭഗവാൻ ശ്രീരാമൻ ലങ്കയിൽ സ്ഥാപിക്കാൻ നൽകിയ രംഗനാഥ വിഗ്രഹം തിരികെ ലങ്കയിലേക്ക് പോകുന്ന വഴി കാവേരി നദി കണ്ട് ആഗ്രഹത്തിൽ കുളിക്കാനിറങ്ങുകയും വിഭീഷണൻ നദിക്കരയിൽ കണ്ട ഒരു കുട്ടിയെ വിഗ്രഹം ഏൽപ്പിച്ചുവെന്നും തറയിൽ വെക്കരുത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ വിഭീഷണൻ കുളി പൂർത്തിയാക്കും മുമ്പ് ആ ബാലൻ വിഗ്രഹം താഴെ വെച്ചിട്ട് ഓടിപ്പോയെന്നും അവിടെ ഉറച്ചുപോയ വിഗ്രഹം പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ല എന്നും അവിടെയാണ് ശ്രീരംഗം ക്ഷേത്രമുണ്ടായതെന്നും പറയപ്പെടുന്നു. വിഗ്രഹം താഴെ വെച്ചിട്ട് ഓടിപ്പോയ ബാലൻ്റെ പിന്നാലെ വിഭീഷണൻ പോയെന്നും ആ ബാലൻ ഒരു മലയുടെ മുകളിലേക്ക് ഓടിക്കയറുകയും പിന്നാലെ എത്തിയ വിഭീഷണൻ അനുസരണക്കേട് കാട്ടിയതിന് ബാലകൻ്റെ തലയിൽ അടിച്ചതായും പറയപ്പെടുന്നു. സാക്ഷാൽ ഗണപതിയായിരുന്നു ആ ബാലകനെന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ പിന്നീട് മാപ്പ് പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് അടികിട്ടിയ ഗണപതിയാണ് മലൈക്കോട്ടയുടെ അധിപനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉച്ചിപ്പിള്ളയാർ എന്നാണ് വിശ്വാസം. ഇപ്പോഴും മലൈക്കോട്ടയിലുള്ള ഗണപതി വിഗ്രഹത്തിൻ്റെ തലയിൽ 2 ഇഞ്ച് ആഴത്തിൽ ഒരു കുഴിവുള്ളതായി പറയപ്പെടുന്നു. ഈ മലമുകളിൽ നിന്ന് ദൂരെ ശ്രീരംഗം ക്ഷേത്രഗോപുരം നമുക്ക് കാണാൻ കഴിയും. കൂടാതെ തൃച്ചി നഗരത്തിൻ്റെ ഏരിയൽ വ്യൂവും നയനമനോഹരമായ കാഴ്ചയാണ്. അത് പകലും രാത്രിയും പ്രത്യേക അനുഭവം കൂടിയാണ്. വാനരന്മാർ വിഹരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ പ്രത്യേകം അനുഗ്രഹം നൽകുന്ന ദേവിയാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ രോഗം മാറ്റാൻ എല്ലാവരും എന്ന് പ്രാർത്ഥിക്കുന്ന ജുരകേശ്വരൻ എന്നൊരു 3 കൈയും 3 കാലും 3 തലയുമുള്ള ഒരു അപൂർവ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. പൈങ്കുനി മാസത്തിലെ 23, 24, 25 തീയതികളിൽ നടത്തുന്ന സൂര്യപൂജയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. തൃച്ചി നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഈ മല രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി ഒരു ആയുധ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ ഈ മല രാജാക്കന്മാരെ ഒരുപാട് സഹായിച്ചിരുന്നു. മുഗളന്മാരും ടിപ്പുവുമൊക്കെ നടത്തിയ യുദ്ധത്തിൽ ഈ മല ഒരു കോട്ടയായും ആയുധങ്ങൾ എതിരാളികൾക്ക് മേൽ എളുപ്പത്തിൽ അയക്കാനും ഉപയോഗിച്ചിരുന്നു.
ടിപ്പുവിൻ്റെ പടയാളികളാവാം. മലമുകളിലെത്തി ക്ഷേത്രത്തെ ആക്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായി തലയും ഉടലും ഛേദിച്ച നിലയിൽ ഒരു ക്ഷേത്രപാലകൻ്റെ വിഗ്രഹം ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് ഫ്രഞ്ച് യുദ്ധസമയത്തും പീരങ്കികൾ ഈ മലയ്ക്ക് മുകളിൽ സ്ഥാപിച്ച് പ്രയോഗിച്ചിരുന്നു എന്നതിനും രേഖകളുണ്ടെന്ന് പറയുമ്പോൾ ഈ മലയുടെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണല്ലോ. 417 പടികൾ കയറി ഭഗവാന്റെ ദർശനം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തിയും സായുജ്യവും അനുഭവിച്ച് തന്നെ അറിയണം. പടികൾ കയറുമ്പോൾ ഇരുവശവും ധാരാളം മുരുക, ഗണപതി, ശിവ, പാർവതി ക്ഷേത്രങ്ങൾ കാണാം. മഹത്തായ നിർമ്മാണം തന്നെയാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവിടെ പോയി കണ്ടു തന്നെ അനുഭവിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് തമിഴ്നാട്ടിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും വലിപ്പമേറിയ 4ാമത്തെ ശിവലിംഗം കുടികൊള്ളുന്ന തായ്മാനസ്വാമി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രം. ഭഗവാൻ പരമശിവനെ അമ്മയുടെ രൂപത്തിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് പിന്നിൽ മറ്റൊരു കഥയുമുണ്ട്. കാവേരി പട്ടണത്തിൽ ജീവിച്ചിരുന്ന ശിവഭക്തയായ രത്നവതി എന്നൊരു സ്ത്രീയെ തിരുച്ചിറപ്പള്ളി മലയ്ക്ക് താഴെയുള്ള ധനഗുപ്തൻ എന്ന മറ്റൊരു ശിവഭക്തൻ വിവാഹം കഴിച്ചുകൊണ്ടുവരികയും രത്നവതി ദിനവും ഇവിടെ ശിവപൂജ നടത്തിയിരുന്നതായും പറയപ്പെടുന്നു. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥന നടത്തുന്ന രത്നവതി ഗർഭിണിയായ ശേഷവും നിത്യേന ക്ഷേത്രത്തിലെത്തി ശിവപൂജ തുടർന്നിരുന്നു. പ്രസവ സമയമായപ്പോൾ സഹായത്തിനായി ഇവിടേക്ക് വരാൻ അമ്മയ്ക്ക് കത്തയച്ച് കാത്തിരുന്ന രത്നവതിക്കരികെ അമ്മയ്ക്ക് എത്താനായില്ല. കാരണം അമ്മ ഇവിടേക്ക് വരും വഴി കാവേരിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അമ്മ കാവേരി നദിക്ക് അക്കരയായി പോവുകയും ചെയ്തു. എന്നാൽ പ്രസവ സമയത്ത് രത്നവതിയുടെ അമ്മ വളരെ പെട്ടെന്ന് എത്തുകയും പ്രസവശേഷം 8 ദിവസത്തോളം അവളെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുകയും പ്രസവാനന്തര ലേഹ്യവും ഉണ്ടാക്കി നൽകി അവളെ സംരക്ഷിക്കുകയും ചെയ്തു. എന്നാൽ 9ാം നാൾ വെള്ളപ്പൊക്കം മാറി അമ്മ വന്ന് പറയുമ്പോഴാണ് രത്നാവതി അറിയുന്നത് തൻ്റെ കൂടെ അമ്മയുടെ രൂപത്തിൽ ഉണ്ടായിരുന്ന വൃദ്ധ സാക്ഷാൽ പരമശിവൻ തന്നെയായിരുന്നുവെന്ന്. ചിത്രങ്ങൾ സഹിതം ഈ കഥ ഇവിടുത്തെ ചുവരുകളിൽ പതിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴും കുട്ടികൾ ഉണ്ടാകാനും പ്രത്യേക പൂജയും പ്രാർത്ഥനകളും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു. കൂടാതെ ചിത്തിര മഹോത്സവത്തിന് ഇവിടെ നിന്ന് നൽകുന്ന ചെട്ടിയമ്മ എന്ന പ്രസവലേഹ്യം കഴിച്ചാൽ സ്ത്രീകൾക്ക് സുഖപ്രസവം ഉണ്ടാവുമെന്നും അനേകം അനുഭവസാക്ഷ്യങ്ങളുണ്ട്. പ്രസവശേഷം കുഞ്ഞുമായി ഇവിടെ വന്ന് ഭഗവാനോട് നന്ദി പറയുന്ന ചടങ്ങും നമുക്ക് കാണാൻ കഴിയും. തൃച്ചി നഗരഹൃദയത്തിൽ വളരെ പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഈ മലൈക്കോട്ടൈ ഗണപതി ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗവും വിമാനമാർഗവും ബസ് മാർഗവും വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഗതാഗത മാർഗങ്ങൾ വളരെ എളുപ്പം തന്നെയാണ്. തീർച്ചയായും ഇത് കാണുന്ന എല്ലാവരും ഇവിടെ എത്തി പ്രാർത്ഥന നടത്തി ഈ മലൈക്കോട്ടൈ മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടുക തന്നെ വേണം.